തെക്കൻ ജില്ലകളിൽ രാവിലെ മുതലേ തോരാ മഴയാണ്. കൊല്ലത്താകട്ടെ മഴ ശക്തമാകുന്ന ഒരു കാഴ്ചയുണ്ട്. പുലർച്ചെ തുടങ്ങിയ മഴയാണ് ഇപ്പോഴും ജില്ലയിൽ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം. പ്രജിത് മോഹനൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രജിത്ത്, ഈ മഴ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടോ, ശക്തി കുറഞ്ഞിട്ടുണ്ടോ, എങ്ങനെയാണ്? നേരിയ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ മഴ പൂർണ്ണമായിട്ടും ശമിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഇവിടെയില്ല. നമ്മളുള്ളത് കൊല്ലം നഗരഹൃദയത്തിലെ കടപ്പാക്കടയിലാണ്. കടപ്പാക്കട നഗരം, ജനയുഗം നഗരം ഇവിടെയുള്ള പ്രദേശത്താണ് നമ്മളുള്ളത്. ഇവിടെ റോഡുകളിൽ വലിയ വെള്ളക്കെട്ടുണ്ട്. ആ വെള്ളക്കെട്ടിൽ കൂടി ആളുകളൊക്കെ എവിടെ പോകുന്നമ്മ? വീട്ടിലോട്ട് വെള്ളം പോകാനുള്ള ഒരു വഴിയില്ല. എന്താ ചെയ്യും? ഞങ്ങളെ വീട്ടിൽ രണ്ടുപേരും സുഖമില്ലാത്തവരെ കിടക്കുന്നവരുണ്ട്. ഒരാൾ കിടപ്പായിട്ട് കിടക്കുവോ? അത്രയും വെള്ളം ഇവിടെ കിടക്കും. ഞങ്ങളെന്താ ചെയ്യണം? പറ, നിങ്ങളെല്ലാവരും കൂടെ എന്താന്ന് വെച്ചാൽ പറ. ഞങ്ങളെ വീട്ടിൽ എൻ്റെ അമ്മ എപ്പോഴാ പിന്നെയെന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു അമ്മയാണ്. വലിയ വെള്ളക്കെട്ടുണ്ട്. വെള്ളക്കെട്ട് പല ആളുകൾക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ മുതൽ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നു. നിരവധി വാഹനങ്ങൾ തകരാറിലാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ചേട്ടാ, എന്താ അവസ്ഥ? വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. കാര്യം ഗർഭിണികളും ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻറ്റൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് അവിടെ മൊത്തത്തിൽ വെള്ളം കയറി വീട്ടിനകത്ത് മൊത്തം വെള്ളമാണ്. ചേട്ടൻ അങ്ങോട്ട് വേണം നോക്കാം. നമ്മളെ വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല, എന്നാലും നമ്മളെ പരിസരത്തുള്ള ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. രണ്ട് സുഖമില്ലാത്ത ഓട പൊളിക്കാൻ പോകുന്നു. ആ ഒരു അവിടെ സ്ലാബ് മൊത്തത്തിൽ അവിടെ ഇരുന്ന് രണ്ട് കാമ്പൗണ്ടായിട്ട് കുറേ വെള്ളം ഇറങ്ങാം. അന്നേരം ഈ കുറേ വീട്ടിലുള്ള വെള്ളം മൊത്തം അങ്ങ് അപ്പുറം ഇപ്പുറം ആയി പോവും. എല്ലാ പ്രാവശ്യം ചെയ്യുന്ന ആ സ്ലാബ് ഇളക്കാൻ പറഞ്ഞു. ഇപ്പോൾ എടുക്കാണ്ട് പോവും ഞങ്ങളത് ഇങ്ങോട്ട്. രാവിലെ മുതൽ വെള്ളക്കെട്ട് നേരിടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി ഓടകളുടെയൊക്കെ സ്ലാബുകൾ പൊളിക്കാൻ അവർ ശ്രമിക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് റോഡിൻ്റെ അതേ നിരപ്പിൽ തന്നെയാണ് ഓടകൾ ഉള്ളത്. ആ ഓടകൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ഓടകൾക്ക് മുകളിലൂടെ ജലം ഒഴുകി വരുന്നു. ആ ജലത്തിൽ പല വാഹനങ്ങൾ, നേരത്തെ ചില ബൈക്കുകളൊക്കെ തകരാറിലാകുന്ന സാഹചര്യം ഉണ്ടായ, വണ്ടി അകത്തൊക്കെ വെള്ളം കയറിയിട്ട് പല വാഹനങ്ങൾ ഇപ്പോൾ ഈ പ്രദേശത്തേക്കുള്ള ഗതാഗതം നിയന്ത്രിക്കാനായി റോഡിന് കുറുകെ ഒരു കയറ് കിട്ടുന്നതിനെ പറ്റിയാണ് ഇപ്പോൾ നാട്ടുകാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അധികൃതരാരും ഈ പ്രദേശത്തേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. രാവിലെ മുതൽ ഈ പ്രതിസന്ധി നാട്ടുകാർ നേരിടുന്നുണ്ട്. ഇവിടെ പല വീടുകൾക്കുള്ളിലേക്കും ജലം കയറിയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളക്കെട്ടിനിടയിലൂടെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്തതിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ട്. നമ്മളിപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം. സ്കൂളുകളിലുമൊക്കെ പോകുന്ന വിദ്യാർത്ഥികളടക്കമുള്ളവർ ഇങ്ങോട്ട് പോകാൻ കഴിയാതെ പ്രതിസന്ധി നേരിടുന്നു. അത്രയധികം പ്രശ്നങ്ങൾ ഈ കടപ്പാക്കട ഭാഗത്ത് നിൽക്കുന്നുണ്ട്. കൊല്ലത്തിൻ്റെ പല ഭാഗങ്ങളിലും എന്നപോലെ ഈ നഗരഹൃദയത്തിൽ ഇത്രയധികം രൂക്ഷമായൊരു പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതിനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ പല പ്രവർത്തനങ്ങളും നടത്തിയില്ല എന്നുള്ളൊരു വിമർശനം ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നു. ഓടകളിലൊക്കെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതായി വിമർശനം ഉയർന്നിരുന്നു. പല ഡിവിഷനുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പല ഓടകളുമൊക്കെ കെട്ടിക്കിടക്കുന്ന സാഹചര്യം, അത് വേനൽ മഴയൊക്കെ എത്തുന്നതിന് മുൻപേ ഉണ്ടായിരുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അത്തരം സമയങ്ങളിൽ കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാത്തതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇതെന്ന് പറയേണ്ടി വരും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെളി വെള്ളത്തിലാണ്, അല്ലെങ്കിൽ ഓടക്കുള്ളിൽ നിന്ന് വരുന്ന മലിനജലത്തിലാണ്. ഇവിടെ നേരത്തെ നമ്മൾ ഒരു ലൈവിൽ അതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. പ്രത്യേകിച്ച് ശേഖരിച്ചു വെച്ച മാലിന്യങ്ങളൊക്കെ റോഡിൽ ചാക്കുകളിലൊക്കെ ഒഴുകി നടക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നത്. അപ്പോൾ അത്രയധികം രൂക്ഷമായൊരു സാഹചര്യമുണ്ട്. ഈ വെള്ളക്കെട്ട് ഇങ്ങനെ തുടരുകയാണെങ്കിൽ, ആളുകൾ ഇതുവഴി യാത്ര ചെയ്യുകയാണെങ്കിൽ അത് പകർച്ചവ്യാധികളടക്കം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത്രയധികം രൂക്ഷമായ പ്രശ്നങ്ങൾ ഈ മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് കൊല്ലം നഗരഹൃദയത്തിലാണ്. ഇപ്പോൾ കുറച്ച് മാറി നോക്കുകയാണെങ്കിൽ പട്ടത്താനം പോലുള്ള മേഖലകളിൽ പ്രശ്നങ്ങളുണ്ട്. ശക്തികുളങ്ങര പോലെയുള്ള മേഖലകളിലൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു നഗരഹൃദയത്തിൽ ഇത്രയധികം രൂക്ഷമായ വെള്ളക്കെട്ട്, അത് പരിഹരിക്കാനൊരു നടപടി ഉണ്ടാകാത്തതിൻ്റെ ഒരു ഖേദകരമായ അവസ്ഥയാണ് ഈ മേഖലയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ കുട്ടികളെ. ചേട്ടാ, അതെ അതെ അതെ, പോകാൻ പറ്റുന്നില്ലല്ലേ? പോകാൻ പറ്റത്തില്ല. വീട്ടിനകത്ത് വെള്ളമായി. വീട്ടിനകത്ത് വെള്ളം കയറി. സ്കൂളിലൊക്കെ കൊണ്ടുവന്ന കുട്ടികളുടെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണല്ലേ? അതെ അതെ. ഇപ്പോൾ ഈ പ്രദേശത്ത് ഇങ്ങനെ മഴ വന്നു കഴിഞ്ഞാലേ ഇത്രയും ഈ വെളിയിലിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയും ഈ ഓട നിറയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർപ്പറേഷൻ മേഖലയിൽ അതെ, അതാണ് അദ്ദേഹവും പറയുന്നതാണ്. ഇതൊരു നഗരമേഖലയാണ്. ഈ നഗരമേഖലയിൽ ഇത്രയധികം വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം, അത് മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ നടപടികൾ സ്വീകരിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം
അത് നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് അധികൃതർ ഈ മേഖലയെ പറ്റി മുൻകൂറായി ഇത്രയും ശക്തമായ മഴ പെയ്യുമെന്ന അറിയിപ്പൊക്കെ ലഭിച്ച സാഹചര്യത്തിൽ പോലും അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. നമുക്കിപ്പോഴും ഈ വെള്ളക്കെട്ട് കാരണം പോകാൻ കഴിയാത്ത ചില മേഖലകളൊക്കെ ഉണ്ട്. അവിടെ നിരവധി വീടുകൾക്കുള്ളിൽ വരെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കുട്ടികളെ ഒന്നും ഒറ്റയ്ക്ക് പുറത്തുവിടാൻ കഴിയാത്തൊരു സാഹചര്യം, അത്രയധികം പ്രശ്നങ്ങൾ ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ പരിഹാര നടപടികൾക്ക് നാട്ടുകാർ ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നതിനപ്പുറത്തേക്ക് അധികൃതരാരും ഈ മേഖലയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതാദ്യമായിട്ടല്ലേ ഈ അടുത്തിടെ ഉണ്ടായ കനത്ത മഴയിലും കൊല്ലം ഇതുപോലെ നിരവധി അനുഭവിച്ചതാണ്. എന്നിട്ട് പോലും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നതാണ് ഖേദകരം. എന്ത് വിശ്വസിച്ച് അതുവഴി കാൽനട യാത്രക്കാർ പോകുമെന്നൊരു വലിയ ചോദ്യമുണ്ട്. ശരിയാണ്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തൊരു കുഴിയുണ്ട്. നമ്മൾ നടന്ന് ചെന്ന് ആ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പെട്ടെന്ന് മുട്ടറ്റം വെള്ളത്തിലേക്ക് ഈ പ്രദേശം എത്തും. അങ്ങനെ അതിന് കുറച്ച് ദൂരേക്ക് നോക്കുമ്പോൾ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിന്ന് നടന്നു വരുന്ന ആളുകളെ ദൃശ്യങ്ങളിൽ കാണാമെന്ന് ഞാൻ കരുതുന്നു. അവിടെയും മുട്ടറ്റം വെള്ളമുണ്ട് എന്നുള്ളതാണ്. അവിടെയുള്ള വീടുകളിലൊക്കെ അകത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ റോഡുകളിലൊക്കെ കുഴിയൊക്കെ ഉണ്ട്. ഈ കുഴിയിലൊക്കെ ഒരു പക്ഷേ ഏതെങ്കിലും ഇരുചക്ര വാഹനങ്ങളൊക്കെ വന്ന് ഈ വെള്ളക്കെട്ടിൻ്റെ കുഴിയുടെ ഒരു ആഴമറിയാതെയൊക്കെ വന്ന് മറിഞ്ഞു വീഴാനും അപകടങ്ങൾ സംഭവിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നാട്ടുകാർ ചെയ്യുന്നത് ആളുകളെ പകുതി വഴി വെച്ച് തടഞ്ഞ് മടക്കി അയക്കുകയാണ്. കാരണം ഈ പ്രദേശത്തേക്ക് വന്നാൽ അവരുടെ വാഹനങ്ങൾ തകരാറിലാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത്തരമൊരു അവസ്ഥ സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടി ആളുകളെ പകുതി വഴി വെച്ച് തന്നെ തടഞ്ഞു വിടുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഈ TKDM സ്കൂളിൻ്റെ തൊട്ടടുത്താണുള്ളത്. ആ ഒരു പ്രദേശത്താണ്, വിദ്യാർത്ഥികളടക്കം വരേണ്ട സ്ഥലത്താണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇനി കാലവർഷം കൂടി എത്തുമ്പോൾ മഴ ശക്തമാകുമ്പോൾ ഈ മേഖലയിലെ അവസ്ഥ അത് കൂടുതൽ പരിതാപകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ആളുകൾക്ക് ഈ മലിനജലത്തിൽ ഇറങ്ങി നടക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. അത്രയധികം കൃത്യമായി പറയണമെങ്കിൽ അത്രയധികം പ്രശ്നങ്ങളുണ്ടാകാൻ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാൻ, ഒരു പക്ഷേ പകർച്ചവ്യാധികളടക്കം ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് വീട്ടിലെല്ലാം വെള്ളം കയറി? വീട്ടിലൊക്കെ വെള്ളം കയറി. ഇവിടെ ഇങ്ങനെ തന്നെ എപ്പോഴും ചില സമയത്തൊക്കെ പിന്നെ ഇടയ്ക്ക് മോളെയൊക്കെ വൃത്തിയാക്കി. പിന്നെ ഇന്ന് രാത്രി തുടങ്ങി മഴയല്ലേ, ആ മഴയത്ത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഇതാണ്. അതെല്ലാം അവിടെ പറക്കി വെച്ചേക്കുന്നു. ബുദ്ധിമുട്ടാണ് പറക്കി വെച്ചു. കാരണം മറ്റുള്ളവരൊക്കെ പോകുന്നതല്ലേ, അതുകൊണ്ട് എല്ലാം പറക്കി വെച്ചേക്കും. പ്രശ്നങ്ങൾ രൂക്ഷമാണ്, പ്രതിസന്ധി ഉണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഇനി മഴ വീണ്ടും രൂക്ഷമാവുകയാണെങ്കിൽ പറഞ്ഞു തുടങ്ങിയത് മുതലുള്ള കാഴ്ചകളിലേക്ക് വന്നാൽ തന്നെ പ്രജിത്ത്, ഇപ്പോൾ മഴ ശക്തമാവുന്ന ഒരു കാഴ്ച അവിടെ ഉണ്ട്. ഇനിയും ശക്തമായാൽ എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്നത്. മാത്രമല്ല, ഈ ജില്ലയിലെ കിഴക്കൻ മേഖലകൾ ഏറ്റവും കൂടുതൽ എപ്പോഴും കനത്ത മഴ പെയ്യുമ്പോൾ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയാണ് അവിടെ ഉള്ളത്. ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഈ തലവൂർ കൊട്ടാരക്കര ഭാഗങ്ങളിലൊക്കെ? കൊട്ടാരക്കര മേഖലകളിലൊക്കെ കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയിൽ MC റോഡിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗതം കുറച്ച് പതുക്കെയാണ് എന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഗതാഗത തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. ആ മേഖലയിലൊക്കെ ഇപ്പോഴും പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ചെറിയ കൈത്തോടുകളിലൊക്കെ വലിയ നീരൊഴുക്കുമുള്ള ഒരു സാഹചര്യമുണ്ട്. എന്നാൽ കിഴക്കൻ മേഖലകളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ അഞ്ചൽ പോലെയുള്ള മേഖലകളിലൊന്നും കാര്യമായ പ്രശ്നങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല. നദികളിലൊക്കെ കുറച്ച് നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് കൈത്തോടുകളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഒരു വെള്ളക്കെട്ടിലേക്കൊന്നും ആ മേഖല പോയിട്ടില്ല. പക്ഷേ കൊട്ടാരക്കര ഭാഗത്തൊക്കെ ഇന്ന് പുലർച്ചെ പെയ്ത മഴയിൽ MC റോഡിലടക്കം വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. ചെങ്കോട്ട റൂട്ടിലൊക്കെ ചില പ്രദേശങ്ങളിലൊക്കെ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. എന്നാൽ അതിനപ്പുറത്തേക്ക് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഇതുവരെയും കൊല്ലം ജില്ലയിൽ നിന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ നിലവിൽ ഈ പറഞ്ഞ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതാണ് ഏറ്റവും പ്രതിസന്ധി. അത് ഈ കോർപ്പറേഷൻ മേഖലയിലാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് പട്ടത്താനം പോലെയുള്ള മേഖലകൾ, ശക്തികുളങ്ങര ഭാഗം, ഈ ഹൈവേയുടെ ജോലി നടക്കുന്ന പ്രദേശങ്ങൾ, അങ്ങനെ മങ്ങാട് പോലെയുള്ള മേഖലകൾ, അവിടെയൊക്കെ ഈ വെള്ളക്കെട്ട് രൂക്ഷമാണ്. അത് കഴിഞ്ഞ ആദ്യ വേനൽ മഴ മുതൽ ആ വെള്ളക്കെട്ട് വളരെ ശക്തമായി നിലനിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ആ മേഖലയിലുണ്ട്. വീടുകളിലൊക്കെ ഇപ്പോഴേ വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യവും അവിടെ ഉണ്ട്. ഈ മങ്ങാട് കൗൺസിലറൊക്കെ കോർപ്പറേഷനിൽ ഒരു ദിവസം നിന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യം പോലെ ഉണ്ടായിരുന്നു. അത്രയധികം രൂക്ഷമായ വെള്ളക്കെട്ട് ആ മേഖലയിൽ ഉണ്ടായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊന്നും കോർപ്പറേഷൻ ശക്തമായ ഇടപെടലുകൾ നടത്താത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിയാൻ സാധ്യതയുള്ള മേഖലകളുടെയൊക്കെ ഒരു റിപ്പോർട്ട് നമ്മൾ നൽകിയിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ കടപ്പാക്കല പോലെയുള്ളൊരു സ്ഥലത്ത് നഗരഹൃദയത്തിൽ ഇത്രയധികം വെള്ളക്കെട്ട് വരുമ്പോൾ തന്നെ പട്ടത്താനം പോലെയുള്ള മേഖലകളിൽ, ശക്തികുളങ്ങര പോലെയുള്ള മേഖലകളിൽ അവിടെയൊക്കെ വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമായിട്ടുണ്ട്. അത് വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം, അത്രയധികം പ്രശ്നങ്ങളും ആ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്.